ഇപ്പോൾ കണ്ട ഈ സൂം ഇൻ ത്രൂ എഫക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ ആദ്യമായിട്ട് 2 ക്ലിപ്പ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ഇപ്പോൾ ഇതിൽ കാണുന്ന ഈ വീലിൻ്റെ സൂം ഇൻ ത്രൂ ആയിട്ട് ഈ വീഡിയോ വരണം. അതാണ് ഇപ്പോൾ നമ്മുടെ ടാസ്ക്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ഒരു 40 ഫ്രെയിംസ് ബാക്ക്വേർഡ് എടുത്തു. അതിനായിട്ട് കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ആരോയ്ക്ക് ഉണ്ടല്ലോ, അതിനാ നിൽക്കി 1 2 3 4 ഇത് 40 ഫ്രെയിംസ് മതി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, കൺട്രോൾ ഷിഫ്റ്റ് ഡി ഉപയോഗിച്ച് അത് കട്ട് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ഈ ക്ലിപ്പ് ഉണ്ടല്ലോ, ഇതിനെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പോയിട്ട് ഫ്രീസ് ചെയ്തു. ഫ്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്റ്റിൽ ഇമേജ് ആക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഫ്രീസ് ഫ്രെയിം ചെയ്തു. ഈ ഒരു ചിഹ്നം കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാം. ഇനി ഇവിടെ ആക്കിയതിന് ശേഷം ഒന്ന് കൺട്രോൾ ഷിഫ്റ്റ് ഡി നിൽക്കിയിട്ട് കട്ട് ചെയ്യാം. ഇനി ഞാൻ ഈ നമ്മുടെ രണ്ടാമത്തെ ലെയറിനെ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലോട്ട് വലിച്ചിട്ടു. ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഫ്രീസ് ചെയ്ത ഫ്രെയിം ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ മാസ്ക് ചെയ്യണം. അതിനെ സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മൊക്കയെ യൂസ് ചെയ്തിട്ട് അതിനെ മാസ്ക് ചെയ്യാണ്. എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ തന്നെ റൗണ്ട് ഷേപ്പ് യൂസ് ചെയ്തിട്ട് എന്താക്കാം, ഞാൻ ഇതിന് നേരെ വരയ്ക്കാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യം നടത്താം. ഓക്കെ, ഇതിന് ഞാൻ മാസ്ക് ചെയ്തു. ഇനി എന്ത് ചെയ്തു, ഇതൊന്ന് സേവ് കൊടുത്താൽ മതി. ഇതൊന്ന് ക്ലോസ് ചെയ്തു. അതിനുശേഷം ഈ മാറ്റിൽ പോയിട്ട് എന്ത് ചെയ്യുക, ക്രിയേറ്റ് മാസ്ക് കൊടുക്കുക. ഇനി നമുക്കിതുപോലത്തെ 2 കൂടി വേണം. അതിനായിട്ട് ഞാൻ എന്ത് കൊടുത്തു, ഞാൻ കൺട്രോൾ ഡി നെക്കിയിട്ട് ഒന്നും കൂടെ കൊടുത്തു. എന്നിട്ട് മാസ്കിൽ പോയിട്ട് ഈ ആഡ് എന്നുള്ളത് എന്ത് കൊടുത്തു, സബ്സ്ട്രാക്റ്റ് കൊടുത്തു. ഓക്കെ, ഇതാണ് നമുക്കിനി സൂമിൻ്റെ വരാനുള്ളത്. ഓക്കെ, ഈ ഒരു ലെയർ ഇതിനെ ഞാൻ എന്ത് കൊടുത്തു, സൂമിനായിട്ട് ഒരു പേര് കൊടുത്തു. ഇവിടെ എന്ത് കൊടുത്താൽ മതി, എൻ്റർ നിൽക്കിയാൽ ഇതിൻ്റെ പേര് മാറ്റാം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് സൂമിൻ വീല് എന്ന് കൊടുത്തു. ഇനി നമ്മൾ എന്ത് വെച്ചാൽ രണ്ടാമത്തെ ഈ ഇതുണ്ടല്ലോ, നമ്മൾ രണ്ടാമതായിട്ട് ക്രിയേറ്റ് ചെയ്ത മാസ്ക്. ഓക്കെ, അത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടാ. ഇത് നമ്മൾ എന്ത് പേര് കൊടുത്തു, വീല് എന്നും കൊടുത്തു. കാരണം ഈ വീല് നമ്മൾ അടിക്കൊരു പൊസിഷൻ ചെയ്തിട്ട് നമുക്കൊന്ന് ഒരു ആനിമേറ്റ് ചെയ്യാണ്ട്. ഇനി ഇതിനെല്ലാം ശേഷം നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്നറിയോ, ക്യാമറ ക്രിയേറ്റ് ചെയ്തു. അതിനായിട്ട് ഞാൻ റൈറ്റ് ക്ലിക്ക് നിൽക്കിയിട്ട് ന്യൂവിൽ പോയിട്ട് ക്യാമറ ക്ലിക്ക് ചെയ്ത് അത് നമുക്ക് 2 നോഡ് ക്യാമറയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടി. അതിനുശേഷം 35mm പ്രീസെറ്റും ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ക്യാമറയായി. ഇനി ഈ ക്യാമറ എന്ത് കൊടുക്കണമെന്ന് വെച്ചാൽ നമുക്കിവിടെ ഈ പോർഷൻ മാത്രം മതി. ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആൾട്ട് ക്ലോസിംഗ് ബ്രാക്കറ്റ് അറിയാലോ. ഇനി എന്ത് കൊടുത്തു, ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ മാസ്ക് ഉണ്ടല്ലോ, സൂം ഇൻ വീലിൻ്റെ മാസ്കും, അതായത് കണ്ട ഈ ഒരു പോർഷൻ ടോട്ടലും, പിന്നെ ഈ വീലിൻ്റെ ഇതുണ്ടല്ലോ അത് നമ്മൾ എന്ത് കൊടുത്തു, 3D ആക്കി കൊടുത്തു. കാരണം ക്യാമറ അപ്ലൈ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയുള്ള ലെയേഴ്സൊക്കെ 3D ആവണമല്ലോ. അത് ഏത് ലെയേഴ്സാണ് ക്യാമറ അപ്ലൈ ആവേണ്ടത്, ആ ലെയേഴ്സ് 3D ആയാലേ എന്താവുള്ളൂ, ക്യാമറ വർക്കാവുള്ളൂ, ക്യാമറ മൂവ്മെൻറ്റ്. അപ്പോൾ അതിന് നമ്മളിത് 3D ആയി കൊടുത്തു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സി കൊടുത്താൽ ഒന്നും കൂടെ നിൽക്കിയാൽ ഇവിടെ ഇങ്ങനെ ചേഞ്ച് ആവുന്നതുണ്ട്. ഞങ്ങൾ ഒരു സി നിൽക്കിയാൽ എല്ലാ സീൻ്റെ കീബോർഡ് ഷോർട്ട് കട്ട് പറഞ്ഞാൽ ഈ 3 ഓർബിറ്റർ റൗണ്ട്, പിന്നെ ഡോളി ടുവാർഡ്സ്, പിന്നെ പാൻ അണ്ടർ കേസർ, പിന്നെ ഈ ഡോളി ടുവാർഡ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ക്യാമറൻ്റെ ട്രാൻസ്ഫോമിൽ പോയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റും പൊസിഷനും ഒരു കീ ഫ്രെയിം കൊടുക്കാം. ഞാൻ ഇത് യു നിൽക്കുന്നുണ്ട് കേട്ടോ, തൽക്കാലം ഇത് ഒന്ന് ഹൈഡ് ആവാൻ വേണ്ടിയിട്ട് വൃത്തിക്ക്. ഓക്കെ, ഇനി ക്യാമറൻ്റെ അവിടെ പോയിട്ട് ഇവിടെ 2 കീ ഫ്രെയിം നമ്മൾ ആഡ് ചെയ്തല്ലോ, അതിന് നമ്മൾ യു നിൽക്കിയപ്പോൾ കണ്ട്, യു നിൽക്കിയപ്പോൾ പോയി. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ പോയിട്ട് പ്ലേ ഹെഡ് വെച്ച് ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സി നിൽക്കാം കീബോർഡിൽ. അപ്പോൾ ഈ സി നിൽക്കുമ്പോൾ ഇവിടെ മാറുന്നുണ്ടെങ്കിൽ ഇത് കീബോർഡ് ഷോർട്ട് കട്ടാണ്. സി നിൽക്കുമ്പോൾ അടുത്ത് ഇവിടെ മാറി ഇനി അടുത്ത് ഇത് നമുക്ക് വേണ്ടത് ഇതാണ് ഡോളി ടുവാർഡ്സ് ആണ്, ഡോളി ടൂളാണ്. ഇനി ഈ ഡോളി ടൂൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ രണ്ടാമത്തെ വീലുണ്ടല്ലോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓഫായി കൊടുക്കുന്നുണ്ട്, എന്നാലേ ഇത് കാണുള്ളൂ ഇപ്പോൾ തൽക്കാലം. ഇനി ഞാൻ എന്ത് കൊടുത്തു, ഈ ക്യാമറൻ്റെ ഇവിടെ പോയിട്ട് ഇപ്പോൾ നമ്മൾ സി നിൽക്കിയല്ലോ, സി നിൽക്കിൻ്റെ ശേഷം ഡോളി സൂം നമ്മൾ കൃത്യം സെൻറ്ററിൽ നിന്നാക്കാം. ഓക്കെ, ഇപ്പോൾ ഡോളി സൂം ചൂസ് ചെയ്തിട്ട് എന്ത് കൊടുത്തു, ഈ ഒരു സംഭവം നമ്മൾ കീ ഫ്രെയിം വെച്ച് ആഡ് ചെയ്ത് കൊടുത്തു. കണ്ടപ്പോൾ വന്നില്ലേ. ഇനി ഇപ്പം നമ്മൾ ആദ്യം 2 3D ലെയർ ഉണ്ടല്ലോ, സൂം ഇൻ വീലിൻ്റെ ഇതാണ്. ഇപ്പോൾ നമ്മൾ എന്ത് കൊടുത്ത് ഈ ക്യാമറ വെച്ചിട്ട് ആനിമേറ്റ് ചെയ്ത്. ഇനി ഈ വീലുണ്ടല്ലോ, വീൽ നമുക്കൊന്ന് ഓണാക്കി കൊടുക്കാം. ഈ വീലിന് നമുക്ക് പൊസിഷൻ വെച്ചിട്ട് ഒന്ന് ആനിമേറ്റ് ചെയ്യാനുണ്ട്. പൊസിഷൻ്റെ പി നിൽക്കി. ഇനി ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുത്ത്. എന്നിട്ട് കുറച്ച് അപ്പുറത്ത് പോയിട്ട് എന്ത് കൊടുത്തു, അടിക്ക് പോകുന്ന കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുത്തു. ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ ഇങ്ങനെ കണ്ടില്ല നിങ്ങൾ. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ചൊന്ന് സ്പീഡ് കൂട്ടാം. ഓക്കെ, അതിന് അതിൻ്റെ ശേഷം ഞാൻ F9 പ്രസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഈസീസ് ചെയ്യാം. ഈ ഒരു ഇത് ചെയ്യുന്നുണ്ട്. അതിന് കൂടെ തന്നെ നമ്മൾ വീലിനും ഒരു F9 പ്രസ് ചെയ്തിട്ട് ഈസീസ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് പൊസിഷന് മാറണം, അതിനുള്ള സംഭവമാണ് ഇപ്പോൾ ചെയ്ത്. ഇപ്പോൾ തൽക്കാലം ഒന്ന് പ്ലേ ചെയ്താൽ ഇതുപോലെ ആയി, ഇങ്ങനെ ആയില്ല. അപ്പോൾ ഓക്കെ, ഈ എഫക്റ്റ് ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇനി പൊസിഷന് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, റൈറ്റ് സൈഡിലേക്കൊക്കെ ആക്കട്ടോ, എല്ലാം നിങ്ങൾ ഇഷ്ടമാണ്. കീ ഫ്രെയിം മാസ്റ്റർ ആയാൽ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യാം. കീ ഫ്രെയിം മാസ്റ്റർ ആവാനൊന്നുമില്ല, 5 മിനിറ്റിൻ്റെ പണിയുള്ളൂ കീ ഫ്രെയിമിൽ മാസ്റ്റർ ആവാന്നുള്ളത്. ഇപ്പോൾ എന്തായി, ഈ ഒരു എഫക്റ്റ് കിട്ടില്ല നിങ്ങൾക്ക്, സൂം ഇൻ ത്രൂ എഫക്റ്റ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യൽ. ഇനി ഇതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു മോഷൻ ബ്ലർ ഒന്നും ഇല്ലല്ലോ, നമുക്ക് എന്ത് ചെയ്യാം, മോഷൻ ബ്ലറാണ് ഈ ഓപ്ഷൻ കണ്ടത്, ഇത് മോഷൻ ബ്ലറാണ്. ഇതൊന്ന് ഈ 2 ഇതിനും
ഓൺ ആക്കി കൊടുക്കുക. ഇപ്പോൾ ഇതിന് മൂവ് ചെയ്യുമ്പോൾ നോക്കി കൊടുക്കുക. കണ്ട ഈ ഒരു സൈഡിൽ മോഷൻ ബ്ലർ വന്നാണ്ട് നിങ്ങൾ കണ്ട ഈ നമ്മളെ സൂമിന് ഇതിനും മോഷൻ ബ്ലർ വന്നില്ലേ, മോഷൻ ബ്ലർ ഓഫാക്കിയാൽ പോയി, ഓൺ ആക്കിയാലേ വന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ആഫ്റ്റർ എഫക്ട്സ് യൂസ് ചെയ്തിട്ടുള്ള സൂം ഇൻ ത്രൂ എഫക്റ്റ് ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.